നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് നന്ദിനി. സാർ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? ഇന്ദ്രജ മാഡത്തിനെ കാണുന്നത് അത്രയ്ക്ക് ദുഷകനാണോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്താ തോന്നുക? നന്ദിനി, ഞാൻ കൂടെ തന്നോട് പറയാറുണ്ട്, ഒരു അടി നമുക്ക് കിട്ടിയാലേ 10 നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോഴേ ഇവരൊക്കെ പഠിക്കൂ. എങ്കിലും ഇങ്ങനൊന്നും ചെയ്യരുത് സർ. സ്വന്തം പെങ്ങളല്ലേ? ഞാൻ ആങ്ങളെയല്ലേ, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ എനിക്ക് തിരിച്ചും ചെയ്തുകൂടെ? എനിക്കെന്തോ ഇതൊക്കെ കാണുമ്പോ പേടിയാവുക സർ. എടോ, ഈ പേടിയാണ് കുഴപ്പം. താൻ പേടിക്കുന്നത് ബോധ്യപ്പെട്ട ഇവരൊക്കെ തന്നെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. താനൊന്ന് സ്ട്രോങ് ആവും നന്ദിനി, പിന്നെ ഇവരാരും തന്നെ തൊടുക പോലുമില്ല. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ. നന്ദിനി, എന്താ സർ? നന്ദിനി, എന്താ സർ? അല്ല, തനിക്ക് പേടിയൊന്നുമില്ലല്ലോ? എന്താ സർ അങ്ങനെ ചോദിച്ചാ? ഏയ്, ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം, താൻ കേട്ടല്ലോ നമ്മുടെ കമ്പനിക്ക് പെട്ടെന്ന് വന്ന ഒരു ലാഭത്തെക്കുറിച്ച്? നമ്മുടെ കൂടെ നിൽക്കുന്ന തൊഴിലാളികൾക്ക് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് എനിക്കുണ്ട്. എന്താ വേണ്ടത് താൻ പറഞ്ഞു. അയ്യോ, കമ്പനിയിലെ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്കതൊന്നും അറിഞ്ഞൂടാ. എടോ, നാളെ മുതൽ കമ്പനി താൻ പറയുന്ന പോലെ പ്രവർത്തിപ്പിക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. താൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറ. എന്താ അവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത്? എന്താ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? എനിക്കറിയില്ല സർ, വിട്ടേക്ക്. പറ്റില്ല. എങ്കിലും തനിക്ക് മുതലാളിമാരുടെ മനസ്സറിഞ്ഞുകൂടായിരിക്കാം. പക്ഷെ തൊഴിലാളികൾ പാവമല്ലേ, അവരുടെ മനസ്സറിയണ്ടേ? അതുകൊണ്ടല്ലേ പറഞ്ഞത്. പറയേ. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറിയൊരു അഭിപ്രായം പറയട്ടെ? ഓഫ് കോഴ്സ്, പറയേ. എല്ലാ തൊഴിലാളികളുടെയും ഏറ്റവും വലിയ പ്രശ്നം അവരുടെ കുടുംബവും മക്കളും അല്ലേ? ആ മക്കളുടെ പേരിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് സന്തോഷാവും സർ. അല്ല, മക്കളുടെ പേരിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാ? അത് പിന്നെ സർ, ഞങ്ങളുടെ നാട്ടിലെ ഈ സ്ത്രീകളെല്ലാരും കൂടി ചിട്ടി കിട്ടും. അപ്പോ അത് നടത്തുന്നവർക്ക് ലാഭമുണ്ട്. ആ ലാഭം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ അതെല്ലാവരുടെയും മക്കളുടെ പേരിൽ ആ പൈസ ബാങ്കിൽ ഇട്ട് കൊടുക്കുക ചെയ്തത്. ഫിക്സഡ് ഡെപ്പോസിറ്റ്. അത് കൊള്ളാലോ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. എന്നാ പിന്നെ നമ്മുടെ തൊഴിലാളികളുടെ മക്കളുടെ പേരിൽ ലാഭവിഹിതം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുത്താലോ? ഹാപ്പി ആവില്ലേ? മക്കളുടെ പേരിലാവുമ്പോ എല്ലാവരും ഹാപ്പി ആവും സർ, അത് ഉറപ്പാ. താങ്ക് യു നന്ദിനി, താങ്ക് യു സോ മച്ച്. ഇതെന്താ ഇവ കാണിക്കുന്നത്? എന്താ ഇവര് തമ്മിൽ ഇത്ര പറയുന്നത്? ശരി നന്ദിനി, ഞാൻ ഈ കാര്യം പ്രാക്ടിക്കലാക്കാം. അല്ല, ഞാൻ പറഞ്ഞതുകൊണ്ട് വേണ്ട സർ. താൻ പറയുന്നത് ശരിയായിരിക്കും, 100% ശരിയായിരിക്കും. ബൈ.